എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേക്കൻറ്റ് സീറ്റ് അഡ്മിഷൻ, അതായത് സ്പോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള അപേക്ഷകൾ നാളെ, അതായത് ഓഗസ്റ്റ് 13-ാം തീയതി അവസാനിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ +1 പ്രവേശനത്തിനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ, അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അഡ്മിഷൻ നേടാത്തവർ, അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാത്തവർ, അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റുകളൊന്നുമില്ല, അലോട്ട്മെൻ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, എന്നാൽ സ്കൂളിൽ അഡ്മിഷനായിട്ട് പോയ സമയത്ത് ലേറ്റായത് കാരണം അഡ്മിഷൻ നഷ്ടമായി പോയവർ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടി നേരത്തെ TC എന്തെങ്കിലും കാരണവശാൽ വാങ്ങിക്കുകയോ അങ്ങനെ എന്തെങ്കിലും നിലവിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിൽ നിങ്ങൾക്ക് +1 അഡ്മിഷൻ ഇല്ലാത്ത ഏതൊരു വിദ്യാർത്ഥിക്കും +1ൻ്റെ സ്പോട്ട് അഡ്മിഷനിലേക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓൾറെഡി നേരത്തെ അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾ ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ പുതുക്കുകയും വേക്കൻസി അനുസരിച്ച് വിദ്യാർത്ഥികൾ വേക്കൻസിയിലുള്ള ഏത് സ്കൂൾ കോഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകളായിട്ട് നിങ്ങളുടെ അപേക്ഷയിൽ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതുമാണ്. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ അതുപോലെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ SSLC സ്കീം രജിസ്റ്റർ നമ്പർ, അതുപോലെ ഇയർ ഓഫ് പാസിംഗ്, അതായത് ഈ ഒരു 10ാം ക്ലാസ് പാസ്സായ വർഷം എന്നിവ തെറ്റായിട്ട് നൽകിയവർ പുതിയ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പുതുതായിട്ട് ക്യാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങൾ വേക്കൻസി ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ജില്ലയിൽ ഏത് സ്കൂളിലേക്കും വേക്കൻസി ഉള്ള ഏത് കോഴ്സിലേക്കും നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതിന് ഇതിൽ പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഏത് സ്കൂളിൽ വേക്കൻസി ഉണ്ടെങ്കിലും ഏത് കോഴ്സിൽ വേക്കൻസി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കാം. ഇതിന് പ്രയോറിറ്റി ബേസ് ആയിട്ട് അങ്ങനെ ഒരു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എത്ര ഓപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. വേക്കൻസിയുള്ള സ്കൂളും കോഴ്സുകളെ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്തവരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന SSLC സ്കീം, അതുപോലെ രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ് എന്നിവ തെറ്റിയിട്ടുള്ള വിദ്യാർത്ഥികൾ ക്രിയേറ്റ് ക്യാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന പുതിയ ക്യാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഇനി ഇങ്ങനെ ക്യാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നവരും, അതുപോലെ നേരത്തെ അപേക്ഷയിൽ തെറ്റുകൾ കാരണം അഡ്മിഷൻ കിട്ടാത്തവർ, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും സ്കൂളിൽ അഡ്മിഷൻ ലേറ്റ് ആയത് കാരണം അഡ്മിഷൻ കിട്ടാത്തവർ, അതുപോലെ തന്നെ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാത്തവർ, അങ്ങനെയുള്ള നോൺ ജോയിനിങ് ആയിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിക്കും, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ എന്നിങ്ങനെയുള്ള എല്ലാ വിദ്യാർത്ഥികളും പിന്നീട് ക്യാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നേരത്തെ അപേക്ഷയിൽ തെറ്റുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയിൽ തെറ്റുകളൊക്കെ തിരുത്തി വേക്കൻസി ലിസ്റ്റ് അനുസരിച്ച് ഏത് സ്കൂൾ കോഴ്സിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവർ, അതുപോലെ അപേക്ഷിക്കാത്തവരും ഇതേ രീതിയിൽ പുതിയ ഓപ്ഷനുകളൊക്കെ നൽകുക. ഇതുവരെ അപേക്ഷിക്കാത്തവർ നിങ്ങളുടെ അപേക്ഷയിലെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷനുകൾ നൽകാം. മറ്റു ജില്ലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റ് ജില്ലയിലേക്ക് ക്യാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ള കാര്യം പറയാം. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14-ാം തീയതി, അതായത് ഓഗസ്റ്റ് 14-ാം തീയതി രാവിലെ ഏകദേശം ഒരു 6 മണിയോടെ തന്നെ നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ക്യാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നു. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും അതുപോലെ തന്നെ ജില്ലയും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും. അതായത് റിസൾട്ട് റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ അഡ്മിഷൻ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നു. അവിടെ നിങ്ങൾക്ക് റാങ്ക് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വേക്കൻറ്റ് സീറ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആ ഒരു ലിങ്ക്സ് എന്നുള്ള ഭാഗത്ത് ഏത് ലിങ്കാണോ കാണുന്നത് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് അറിയാനുള്ള ആ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ചിലപ്പോൾ PDF ആയിട്ട് ഡൗൺലോഡ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളതിൽ നിങ്ങളുടെ ആ ഒരു ഓരോ സ്കൂളിലേക്കും ഓരോ കോഴ്സിലേക്കും നിങ്ങൾ ഓപ്ഷൻ വെച്ചതിൻ്റെ ആ ഒരു റാങ്ക് ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. കറക്റ്റായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നിങ്ങൾക്ക് HSCAP വെബ്സൈറ്റിൽ, അതായത് hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് വേക്കൻസി സ്കൂൾ കോഴ്സ് വേക്കൻസി ലിസ്റ്റ് നോക്കുക. അപ്പോൾ സ്കൂൾ വൈസ് വേക്കൻസീസ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തത് ഏത് ജില്ലയിലേക്കായിരുന്നോ നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ലയിലെ വേക്കൻസി ലിസ്റ്റ് ഇതേപോലെ നോക്കുക. നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു സ്കൂളിൽ വെച്ചപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്കൂളിലെ റാങ്ക് എത്രയാണ്, ആ ഒരു സ്കൂളിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട് നോക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ
ഒരു എക്സാമ്പിൾ ഈ ഒരു സ്കൂളിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കുക. അതായത് ഈ ഒരു സ്കൂളിലേക്ക് ഞാൻ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അവിടെ 39 സീറ്റ് ഉണ്ട്. അപ്പോൾ എൻ്റെ റാങ്ക് നോക്കുമ്പോൾ 15 വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു സ്കൂളിൽ എന്ത് ചെയ്യണം, ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട്, അത് രാവിലെ തന്നെ പോവുക. അതായത് ഈ ഒരു സ്കൂളിൽ ആവശ്യമായിട്ട് അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് ഈ ഒരു സ്കൂളിൽ പോയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ എൻ്റെ പേര് രജിസ്ട്രേഷൻ ചെയ്യുന്നു. എന്നിട്ട് ആ ഒരു സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണി വരെ വരുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കേണ്ട റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതും അതിൽ നിന്നും അഡ്മിഷൻ നൽകുന്നതുമായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതേപോലെ 39 സീറ്റ് ഉണ്ടെങ്കിൽ 15 റാങ്ക് ഉണ്ടാവില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ 39 സീറ്റാണുള്ളത്. അപ്പോൾ അവിടെ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് എന്ന് പറയുന്നത് 45 വിചാരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ 39 സീറ്റ് ഉണ്ട്, എന്നാൽ ഈ ഒരു വിദ്യാർത്ഥിയുടെ റാങ്ക് 45. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വെച്ച എല്ലാ സ്കൂൾ കോഴ്സുകളുടെയും ഓപ്ഷൻസിൻ്റെ റാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് നോക്കാം. ചില വിദ്യാർത്ഥികൾക്ക് ഓരോ ഓപ്ഷനിലും പ്രത്യേകിച്ച് ഇതേപോലെ, അതായത് 39 സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ 15 ആയിരിക്കില്ല റാങ്ക് ഉണ്ടാവുക. ചിലപ്പോൾ ആ ഒരു സീറ്റിനേക്കാൾ കൂടിയ ഒരു റാങ്ക് ആയിരിക്കും പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു സ്കൂളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ സ്കൂളിലും നിങ്ങൾ വിളിച്ചിട്ട് സ്കൂളിൻ്റെ നമ്പർ HSKF വെബ്സൈറ്റിലെ സ്കൂൾ ലിസ്റ്റിലുണ്ട്. അപ്പോൾ ആ ഒരു സ്കൂൾ ലിസ്റ്റിൽ നിന്നും വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു HSKF വെബ്സൈറ്റിലെ മെനു ബാർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ ലിസ്റ്റ് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് ഇതേപോലെ വരുന്നതായിരിക്കും. അതിൽ നിങ്ങൾ അഡ്മിഷൻ, നിലവിൽ നിങ്ങൾ ഓപ്ഷൻ വെച്ച ജില്ല ഏതാണോ ആ ഒരു ജില്ല സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്കൂളുകളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ഫോൺ നമ്പറിൽ നിങ്ങൾ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറും അവിടെ രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഓഗസ്റ്റ് 14 രാവിലെ 9 മണി മുതൽ 12 മണിക്കുള്ളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് പേര് രജിസ്ട്രേഷൻ, അത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സാധ്യത ഉറപ്പായിട്ടുള്ള ആ ഒരു സ്കൂളുകളിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള സ്കൂളുകളിൽ നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് നിങ്ങളുടെ പേരും ഫോൺ നമ്പറൊക്കെ കൊടുത്ത് പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 12 മണിക്ക് ശേഷം ഏകദേശം 1 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ നിന്നൊക്കെ നിങ്ങളെ വിളിക്കുന്നതും, നിങ്ങൾക്ക് ഏത് സ്കൂളിലാണോ പഠിക്കാൻ താല്പര്യമുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പല വിദ്യാർത്ഥികളും ചോദിക്കുന്നൊരു ഡൗട്ടായിരിക്കും, എനിക്ക് അഡ്മിഷൻ കിട്ടാൻ ഒരു സ്കൂളിൽ സാധ്യതയുണ്ട്, എന്നാൽ എനിക്ക് ഇന്ന് പോകാൻ പറ്റത്തില്ല, നാളെ പോയി അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് സ്പോട്ട് അഡ്മിഷൻ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ഒരു 12 മണിക്ക് മുമ്പായിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതും അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് 1 മണിക്കുള്ളിലായിട്ട് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതുമാണ്. അതായത് 1 മണിക്കുള്ളിൽ എന്ന് പറയുമ്പോൾ ഏകദേശം വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതുമാണ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകും, സ്കൂളിൽ 12:05 എത്തിപ്പോയാൽ 12:05 പേര് രജിസ്ട്രേഷൻ നേരിട്ട് പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ വർഷം ഒരു വിദ്യാർത്ഥി രാവിലെ 11 മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് ബസ്സൊന്നും കിട്ടാൻ ലേറ്റായിട്ട് സ്കൂളിൽ എത്തുന്ന സമയത്ത് ഏകദേശം 12:05 അപ്പോൾ അത് കാരണം 5 മിനിറ്റ് ലേറ്റ് ആയത് കാരണം ആ ഒരു വിദ്യാർത്ഥിക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആ ഒരു വിദ്യാർത്ഥിക്ക് പിന്നീട് പ്രൈവറ്റിൽ പഠിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു സ്കൂളിൽ നിങ്ങൾ റാങ്ക് നോക്കിയിട്ട് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളിൽ നിങ്ങൾ ഓഗസ്റ്റ് 14 ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ, അതായത് 12 മണിക്ക് മുമ്പായിട്ട് തന്നെ വിദ്യാർത്ഥികളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതായത് രാവിലെ ഏകദേശം ഒരു 9 മണിക്ക് തന്നെ പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള എല്ലാ സ്കൂളിലും നിങ്ങൾ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. നിങ്ങൾക്ക് നേരിട്ട് പോകാൻ പറ്റാത്ത സ്കൂളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കൂളിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് ആ ഒരു സ്കൂളിൽ നിങ്ങൾ പേര് രജിസ്ട്രേഷൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള സ്കൂളിൽ നിന്ന് നിങ്ങൾ ആ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ ശേഷം നിങ്ങളെ വിളിക്കുന്നതും നിങ്ങൾക്ക് നേരിട്ട് പോയിട്ട് അന്നത്തെ ദിവസം തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അഡ്മിഷൻ ഓഗസ്റ്റ് 14 വൈകുന്നേരം 4 മണി വരെയാണ്. അല്ലാതെ ഓഗസ്റ്റ് 15 പോയ അഡ്മിഷൻ കിട്ടുമോ എന്ന് ചോദിച്ചാൽ അഡ്മിഷൻ കിട്ടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇതിനുശേഷം വേറെ സ്പോട്ട് അഡ്മിഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.